ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവരവും വിദ്യാഭ്യാസമുള്ളവരാണ് മലയാളികളെന്ന് മേനി നടിക്കുന്നവരാണ് നമ്മളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരും മറ്റെല്ലാവരും തന്നെ മന്ദബുദ്ധികളുമാണെന്നൊരു കാഴ്ചപ്പാട് അത് നമുക്ക് പകർന്നു തരുന്നതാവട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും. സത്യത്തിൽ ഇങ്ങനെ പുറമേനി നടിക്കുന്നതല്ലാതെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നാം എത്ര പിറകിലാണെന്നത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇവിടെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും തീരുമാനത്തിനും അനുവാദം ലഭിക്കാതെ മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാനാകൂ എന്നുള്ളത് ഒരു അടിമത്തത്തിന് തുല്യമാണ്. ജാതിയും മതവുമൊക്കെ ഇപ്പോഴും അരങ്ങു വാഴുന്ന നമ്മുടെ കേരളത്തിൽ കലാപ്രവർത്തന മേഖലകളിൽ അതൊന്നും പ്രകടമായിരുന്നില്ല നേരത്തെ. കലാകാരന്മാർ എപ്പോഴും ഒരു വിശാല ചിന്താഗതിക്കാരാണെന്നും ഒരു സാഹോദര്യ മനസ്ഥിതിയാണ് അവർക്ക് ഉള്ളതെന്നുമാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർ അങ്ങനെ ചിന്താഗതിയുള്ളവരാണെങ്കിൽ പോലും അവരെ ആ നിലയിൽ കാണുവാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഭൂരിഭാഗവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കലാകാരന്മാരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും പിന്തുണക്കുന്നതും മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കിയല്ല, മറിച്ച് അവരുടെ കലാപരമായിട്ടുള്ള കഴിവിനെ മുൻനിർത്തിയാണ്. എന്നാൽ സമീപഭാവിയിൽ ഈ രംഗത്തും മതപരമായ ഇടപെടലുകളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നത് അതൊട്ടും കലാരംഗത്ത് ഭൂഷണമല്ല. മനുഷ്യജന്മത്തെ ഏറെ സ്വാധീനിച്ച ചലച്ചിത്രമെന്നൊരു കലാരംഗത്തെ പ്രേം നസീറും ജയനും സത്യനുമൊക്കെ ശേഷം ജനഹൃദയങ്ങളെ ഏറെ സ്വാധീനിച്ച താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ളത്. ഇരുവരുടെയും അഭിനയ മികവിനെ മുൻനിർത്തി രണ്ടുപേരെയും ഒരേപോലെ പിന്തുണക്കുന്നവരും വ്യക്തിപരമായി പിന്തുണക്കുന്നവരും അതേസമയം ഈ അടുത്ത കാലത്തായി മതപരമായി വേറിട്ട കാഴ്ചപ്പാടുകൊടുകൂടി ഇരുവരെയും ഇങ്ങനെ മതം നോക്കി പിന്തുണക്കുന്നവരുമുണ്ട്. അതിലും സംശയമില്ല. ചില ആളുകൾക്ക് ഈ രണ്ട് മഹാനടന്മാരെ ആ നിലയിൽ മതത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിർത്തുവാൻ തന്നെയാണ് താല്പര്യവും. എന്നാൽ ഈ രണ്ട് നടന്മാർ എല്ലാ മതങ്ങളെയും പ്രദാനം ചെയ്യുന്ന വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോഴും അത്തരം കഥാപാത്രങ്ങളിലൂടെ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നൊരു സത്യം ഇവിടെ പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി മറ്റൊരു സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തിയതാണ് വലിയ വിവാദമായിട്ടുള്ളത്. അതല്ലെങ്കിൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വീടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ വർഷങ്ങളായി ഇത്ര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കൂടി വളരെ സൗഹാർദ്ദപരമായി ഇടപഴകുകയും ജീവിക്കുകയും ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകൾ ഈ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അത് സംശയകരമാണ്. അത്രയേറെ ദൃഢബന്ധമാണ് ഇരുവരുടെയും. ഇന്നുവരെ മോഹൻലാലിൻ്റെ ചിന്താഗതിയെയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെയോ അങ്ങനെ ഖണ്ഡിക്കാൻ മമ്മൂട്ടി തുനിഞ്ഞിട്ടേയില്ല. മറിച്ചും അങ്ങനെ തന്നെ മമ്മൂട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിലോ അഭിപ്രായങ്ങളോ അത്തരം കാര്യങ്ങളിൽ എതിർത്ത മോഹൻലാലും രംഗത്ത് വന്നിട്ടില്ല. അത് സിനിമാ ജീവിതത്തിലാണെന്നും അവരുടെ സംഘടനാ കാര്യത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിൽ പോലും ആ അടുപ്പത്തെയും ബന്ധത്തെയും മുൻനിർത്തിയാണ് മമ്മൂട്ടിക്കൊരു ശാരീരിക അസ്വസ്ഥതയുണ്ടായപ്പോൾ ഒരു ഹിന്ദു മതവിശ്വാസി കൂടിയായ മോഹൻലാൽ ഇസ്ലാം മതവിശ്വാസിയായ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ ഒരു പൂജ നടത്തിയത്. ആ പൂജ നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ ബാക്കി മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ ക്ഷേത്രത്തിൽ നടത്തിയ ഒരു വഴിപാടിൻ്റെ വിശദാംശങ്ങൾ അത് പുറത്തുപോയതിനെതിരെ മോഹൻലാൽ ദേവസ്വം ബോർഡിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഒരു മുസ്ലിം മതവിശ്വാസിയായ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസ ആചാരങ്ങളിൽപ്പെട്ടൊരു വഴിപാട് അത് മോഹൻലാൽ നടത്തിയതെങ്കിൽ അത് മമ്മൂട്ടി ചെയ്തത് വലിയ തെറ്റാണെന്നാണ് മുസ്ലിം മതപണ്ഡിതന്മാരും ഇസ്ലാമിക ചായ്വുള്ള ഒരു പത്രത്തിൻ്റെ പ്രവർത്തകൻ അബ്ദുള്ളയും പറയുന്നത്. മാത്രമല്ല ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു നോയമ്പ് കാലമായതിനാൽ മമ്മൂട്ടി ഒരിക്കലും ഇത് അനുവദിക്കരുതെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്നാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഇത് ചെയ്ത മോഹൻലാലിനെതിരെയും തൽപരകക്ഷികൾ അഭിപ്രായങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പരിപൂർണ മതവിശ്വാസികൾ തന്നെയാണ്. എത്രയേറെ തിരക്കുകളുണ്ടെങ്കിൽ പോലും റമസാനും ബക്രീദിനുമെല്ലാം നടക്കുന്ന ആ സമൂഹ പ്രാർത്ഥന ഒരിക്കലും മമ്മൂട്ടി മുടക്കാറില്ല. അപ്പോഴും ഇടത്തേക്ക് മുണ്ടെടുത്ത് നിസ്കാരത്തിനെത്തുന്ന മമ്മൂട്ടിയെ വളരെ മോശമായ വാക്കുകൾ കൊണ്ടിങ്ങനെ പരാമർശിക്കുന്ന മതവെറിയന്മാർ ഇവിടെയുണ്ട്. അതേപോലെ തിരുവോണത്തിനും അതേപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലുമെല്ലാം ചന്ദനക്കുറിയൊക്കെ തൊട്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന മോഹൻലാലിനെക്കുറിച്ചും മോശ പ്രകടനങ്ങൾ ഇവിടെ കാണാറുണ്ട്. പക്ഷേ തികച്ചും ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള മോഹൻലാലിനും ഒരു ഇസ്ലാം മത വിശ്വാസിയായ മമ്മൂട്ടിക്കുമിടയിൽ മറ്റൊരു മതം കൂടിയുണ്ട്. അതാണ് സ്നേഹമതം. പരസ്പരം പോരടിക്കുന്നവരുടെയിലേക്ക് ഇനിയും വളർന്നു വരേണ്ടതായിട്ടുള്ള ഒരു സ്നേഹമതം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഇവരുടെ ഇടയിലുള്ള ഈ സ്നേഹമതം എന്നും നിലനിൽക്കും. അതേ നിലനിൽക്കൂ.
അതിൽ അസഹിഷ്ണുത ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഇനിയും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുരു ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ.